പാലക്കാട് നഗരത്തിലെ ഒരു ലോഡ്ജിൽ ജീവനൊടുക്കിയ 32-കാരനായ യുവാവ്. 2006 നടന്ന ഈ മരണം ഒരു പത്രവാർത്തയിൽ മാത്രം ഒതുങ്ങേണ്ടതായിരുന്നു. എന്നാൽ അത് ലോകമാകെ ചർച്ചയായി. ശാസ്ത്രലോകത്തിന് വലിയ സംഭാവന നൽകിയിട്ടാണ് ആ വ്യക്തി ജീവനൊടുക്കിയത്. ആരാണ് ആ മലയാളി? എന്തിനാണ് അയാൾ ജീവനൊടുക്കിയത്? എന്തുകൊണ്ട് അയാളുടെ മരണം ഇത്ര വലിയ ചർച്ചയായി? മനുഷ്യനറിയാൻ പാടില്ലാത്ത രുചികളിലൊന്നാണ് സൈനൈഡിൻ്റേത്. കാരണം അതിൻ്റെ രുചി അറിയുന്ന നിമിഷം തന്നെ മരണം തൊട്ടരികിലെത്തിയിട്ടുണ്ടാകും. ലോകത്തിന് അപ്രാപ്യമായ ഈ അറിവാണ് അന്ന് ലോഡ്ജിൽ ജീവനൊടുക്കിയ MP പ്രസാദ് പകർന്നു നൽകിയത്. പാലക്കാട് സ്വദേശിയായിരുന്നു പ്രസാദ്. എറണാകുളത്തെ കാക്കനാട് പഴന്തോട്ടം മണ്ണാശ്ശേരി പ്രഭാകരന്റെയും സരോജത്തിന്റെയും മൂത്ത മകൻ. സ്വർണ്ണപ്പണിയായിരുന്നു ജോലി. കുറെ കാലം തൃപ്പുണ്ണുത്തുറയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് പാലക്കാട്ടെ പുതുപ്പള്ളി സ്ട്രീറ്റിൽ സ്വന്തം ജ്വല്ലറി ആരംഭിച്ചു. കടം വാങ്ങിയ പണവും സ്വന്തം സമ്പാദ്യവും ചേർത്ത് 25 ലക്ഷം രൂപയ്ക്കാണ് അയാൾ ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കട തുടങ്ങിയത്. ബിസിനസ് നന്നായി നടന്നു. അതിനിടെ രാജസ്ഥാനിലെ ബീക്കാനേർ സ്വദേശികളായ 2 പേരുമായി പ്രസാദ് സ്വർണ്ണ ഇടപാട് നടത്തി. 4 ലക്ഷത്തിന്റെ ഇടപാടിൽ പകുതി പണം ഷൊർണൂരിലെ ഒരു ഹോട്ടലിൽ വെച്ചു നൽകി. ബാക്കി നൽകാനിരിക്കെയാണ് പ്രസാദിന് ഒരു കാര്യം മനസ്സിലായത്. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ബീക്കാനേർ സ്വദേശികൾ നൽകിയത് സ്വർണമല്ല, അത് മുക്കുപണ്ടമായിരുന്നു. പിന്നാലെ മറ്റു ചില സ്ഥലങ്ങളിലും ഇവർ നടത്തിയ തട്ടിപ്പുകളെപ്പറ്റിയും പ്രസാദ് അറിഞ്ഞു. ഷൊർണൂർ പോലീസ് തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രസാദിന്റെ പ്രശ്നങ്ങൾ തീർന്നില്ല. മുൻപ് തന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്ന പ്രസാദ് ഈ തട്ടിപ്പോടെ ശരിക്കും കുടുക്കിലായി. മുന്നിൽ മറ്റു വഴികളൊന്നും കാണുന്നില്ല. ഒടുവിൽ ആ കടുത്ത തീരുമാനത്തിൽ അയാളെത്തി. ജീവനൊടുക്കുക. അതിനായി അയാൾ സൈനൈഡ് വാങ്ങി. സൈനൈഡ് വാങ്ങാൻ ലൈസൻസുള്ള സ്വർണ്ണപ്പണിക്കാരനായതിനാൽ അയാൾക്കത് എളുപ്പമായിരുന്നു. ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം.